ഞാൻ അന്നെ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്ക് അന്നെ വിളിക്കല്ലേ, അന്നെ ഈ പരിപാടിക്ക് വിളിക്കല്ലേ. ഞാൻ മിക്കവാറും പെണ്ണ് കേസിൽ അകത്താവുക. ഞാൻ ഇന്നോ നാളെയായിട്ട് ഞാൻ പെണ്ണ് കേസിൽ അകത്താവുക. ഞാൻ ഈ പരിപാടി പെണ്ണ് എന്നുള്ള സംഭവമേ ഞാൻ വിടാൻ പോയെന്ന്. തുണ്ട് ലൈവ് കിങ്ങോ? ആരാടാ? നിഷാനെ, നിന്റെ ഉപ്പയാ തുണ്ട് ലൈവ് കിങ്? പെണ്ണോടൊന്ന് അപ്പോളജൈസ് ചെയ്യും. സോറി. ഞാൻ ഇതിന്റെ പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഗേള് വന്നിരുന്നു, ഒരു മല്ലു ഗേള് വന്നിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, സോറി. ഞാൻ അറിയാണ്ട് ഞാൻ ഹിന്ദിക്കാരിയാ വേറെ ഏതോ രാജ്യക്കാരിയാന്ന് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തെറി വിളിച്ചു പോയി. ആ പ്രഷറിൽ തെറി വിളിച്ചു പോയി. സോറി. മൈ അപ്പോളജിസ്റ്റ്. മങ്കില് ഞാനില്ല, മങ്കില് ഞാൻ നിർത്തിയത്. ഈ നാറികൾ ഏറ്റവും കൂടുതൽ പോളിടുന്ന മങ്കില. എന്തിനാ? ഈ പരിപാടി കാണാൻ വേണ്ടിട്ട് തന്നെ. ഞാനിങ്ങനെ നശിക്കണം, എന്റെ ചാനൽ അടിച്ചു പോകണം, ജയിലിലാകണം, കണ്ടിട്ടില്ല. ഞാൻ റഫീഖാന്റെ വീട്ടിൽ പോയിട്ടുണ്ടായത്. ഞാൻ അവിടുന്ന് റഫീഖ പറഞ്ഞാൽ ഞാൻ ഇത് അറിയുന്നു. ഇങ്ങനെ എന്തോ ഇതായി മൊത്തം ഭ്രാന്ത് പിടിച്ചിട്ട് നിർത്തിയിട്ട് പോയതാണ്. ഞാൻ വേഗം ഓടി വരെയത് ഇവിടത്തേക്ക്, മനസ്സിലാവും. ഇവരാണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇവർ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, മൊത്തം മൂഡ് പോയി നട്ടിരിക്കുന്നത്. ഇത് മുന്നേ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. മുന്നേ എന്റെ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇങ്ങനെ എന്തെങ്കിലും മങ്കിയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ ലൈവ് നിർത്തിയിട്ട് പോകും. ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യൂല, പിന്നെ ഫുൾ മൂഡ് പോകും, മനസ്സിലാവും. ഞാൻ അന്ന് ആഗ്രഹിച്ചില്ല ഇതേപോലത്തെ ഒരാള് നിനക്ക് ഭാഗ്യമായിട്ട് അറിഞ്ഞാൽ മതി. എന്നെ ഇങ്ങനെ ആരൊക്കെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ ഉണ്ടായി എന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു. അനക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഞാൻ ചെയ്തിരുന്നു, മനസ്സിലാ. അപ്പൊ റീസ്റ്റാർട്ട് ഫുള്ള് മൂഡ് ചേഞ്ച്. അപ്പൊ എന്നോടൊന്ന് സോറി പറഞ്ഞാൽ സോറി പറഞ്ഞു. പോവാ. ഇനി ഇത് വേണ്ട, മങ്കി വേണ്ട. മങ്കി ഞാനൊന്ന് നല്ല നെയ്ച്ചോറും ബീഫോയും അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പാണ് ഇത് പറയുന്നത്. ഞാൻ മങ്കി ഇല്ല കേട്ടോ, ഒരാഴ്ചത്തേക്ക് ഞാൻ മങ്കി കയറുന്നില്ല. ജി ടി ആറാ ഞാൻ കാണട്ടെ. ലാസ്റ്റ് ലൈവ് പ്രൈവറ്റിലുണ്ട്, ഞാൻ ഫുള്ളി ഇരുന്ന് കാണട്ടെ. കാണില്ല. എന്തൊരവസ്ഥയാടാ ഇതെന്താ? അനക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ? എനിക്കിത് മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയെന്നല്ല. സീൻ എന്താ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ ഒരു ക്യാമറ വെക്കാം, അല്ലെങ്കിൽ ഞാൻ വനിതാ തിയേറ്ററിൽ ഞാൻ ഇതിന്റെ ഷോ വെക്കാം, നൂൺ ഷോ വെക്കാം നിങ്ങക്ക് കാണാൻ വേണ്ടിട്ട്. അശ്വിൻ സീൻ എന്താ? ഞാൻ കണ്ടിട്ടില്ല എന്ന് അശ്വിൻ പറയുന്നുണ്ട്. ഞാൻ ഒരു നൂൺ ഷോ വെക്കാം വനിതാ തിയേറ്ററിൽ, നീ വന്ന് കാണ് ഫാമിലി ആയിട്ട്. അതിന് പറ്റിയതാണല്ലോ ഇവിടെ നടന്നതല്ലോ. മോനെ, തമാശ കളിക്കരുത്. ഒരാളെ ജീവിതം വെച്ച് തമാശ കളിക്കരുത്. ജീവിതം വെച്ച് മാത്രം തമാശ കളിക്കരുത്. ഷമീർ കി ജയ്, ഇക്കുലാബ് സിന്ദാബാദ് എന്ന് പറയുന്നുണ്ട്. അഖിൽ ജിതിൻ, മൈൻഡാ മോനെ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെല്ലാം കൂടി എന്റെ ജീവിതം ഇതാക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. ഇല്ല, കുഴപ്പമില്ല, ഇത് പ്രശ്നമൊന്നുമില്ല. ഏതാ? ഞാനിപ്പോ സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്. എന്തിനാ എനിക്ക് രാത്രി? ഇല്ലടാ, ഞാൻ നേരെ GT കളിക്കാം. സംസാരിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി റെക്കോർഡ്. എന്നിട്ട് എന്താ ഇത്? നീ ഫ്ലെക്സ് അടിക്കുന്നുണ്ടോ നിന്റെ നാട്ടില്? നിന്റെ നാട്ടില് നീ ഫ്ലെക്സ് അടിക്കുന്നുണ്ടല്ലേ? പാലാരി വട്ടത്ത് നീ മറ്റേ ഇവിടെ ഫ്ലെക്സ് അടിച്ച് കൊടുക്കുന്നുണ്ടാവല്ലേ? ഇത് എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? പ്ലീസ്, ഞാൻ നല്ലതിൽ പോട്ടടാ. ഞാൻ നല്ലൊരു സ്ട്രീമർ ആട്ടടാ, നല്ല രീതിയിൽ അങ്ങ് പോട്ടടാ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നമുക്ക് GTA പോടാ. GTA പോയി എന്തൊരു ഇതാ. GTA കണ്ടുപിടിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ഇതില് മങ്കി ഓർ എൻഡോ ഞാൻ മങ്കി കയറണം. ഇനിയും ഞാൻ മങ്കി കയറിയിട്ട് ഇതേപോലെ ഒരു 4-5 കൊലയും ഇതും ഞാൻ ഇത് കാണുന്നതായിരിക്കും. എന്നിട്ട് എന്റെ ചാനൽ ഒന്നുകൂടി അടിച്ചു പോവാ, ജയിലാവും. ഇതിപ്പോ പ്രൈവറ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് 2ാമത്തെ എന്റെ ലൈവാണ്, അല്ല 3ാമത്തെ എന്റെ ലൈവാണ്. എനിക്കിതൊന്നും വലിയ അറിവുള്ള കാര്യമല്ല. എനിക്കിതിലൊന്നും വലിയ അറിവില്ല മച്ചാനെ. ഇത് എന്താ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയില്ല. ഞാൻ ഇതെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഷമീറെ മുത്തേ, ഇത് നിന്റെ പ്രശ്നമല്ലല്ലോ, ഒരു കുഴപ്പവുമില്ല ബ്രോ. നല്ലത് വരട്ടെ, നല്ലത് ചെയ്യും ഷമീർക്ക. താങ്ക് യു ശ്രീശാന്ത്, താങ്ക് യുടാ. നിന്നെ പോലത്തെ ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോടാ ശ്രീശാന്തെ. നിന്നെ പോലത്തെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. താങ്ക് യുടാ മുത്തേ. നീയെല്ലാം വേണം ഇങ്ങനെ ഇത് തരാൻ വേണ്ടിട്ട്, സന്തോഷം തരാൻ വേണ്ടിട്ട്. കുറെ എണ്ണം ഉണ്ട് ഓവർ ഇതാക്കാൻ വേണ്ടിട്ട്, ആൾക്കാരെ നിറയിപ്പിക്കാൻ വേണ്ടി. നമുക്ക് GTA കയറാം. ലെറ്റ്സ് പ്ലേ GTA.
ഐ എം ഹാപ്പി ഐ എം ഹാപ്പി ഐ എം ഹാപ്പി ഇങ്ങനെ നമ്മളൊരു കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും. അത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇതിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സ്ക്രിപ്റ്റ് വന്നു ഞാൻ ഇത് ഓക്കെ. മങ്കിയിൽ എന്താ എഡിയോ ഉള്ള ആരെയോ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചോ. ഇത് എന്ത് ഇതിലെങ്ങനെ സ്ക്രിപ്റ്റ്, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കയറുന്ന മങ്കിയിൽ ഞാൻ ഇങ്ങനെ ഒരു സ്പെസിഫിക് ഇത് ഞാൻ ഇട്ടിട്ട് ഞാനത് സ്ക്രിപ്റ്റ് ചെയ്യുന്നോ? എന്താ നിങ്ങൾ പറയുന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല സ്ക്രിപ്റ്റ് എന്ന്. ഇതെങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യൂടാന്ന് അറികളെ. കഴിഞ്ഞ് ബ്രോ, കണ്ടിന്യൂ. അതെ ആസിർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം ബ്രോ. കീപ് ഇറ്റ് അപ്പ്, ഡോൺ വറി. ഇല്ല ഡോൺ വറി. ഒരു പ്രശ്നവുമില്ല. GTA നമ്മൾ പൊളിക്കാൻ പോയാന്ന്. GTA അറിയാം. GTA ലെറ്റ്സ് പ്ലേ GTA അറിയാം. സംസാരിച്ച് ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ടോപ്പിക് വിഷയം മാറ്റണം. നമ്മൾ ഇതിലങ്ങ് പെട്ടുപോയത്. നമുക്ക് എപ്പം പറ്റുന്ന പ്രശ്നം എന്താ പറയുക, എന്തെങ്കിലും ഒരു നെഗറ്റീവോ ഇതാ വന്നാൽ ഞാൻ ഇതില് ഇതായി പോകും പറയുന്നത്. പോളിടേണ്ടത് എന്ത് ചെയ്യാൻ പോളിടണം? മങ്കിയും GTA തമ്മിൽ ഞാൻ ഒരു പോളിടണം അല്ലെ? എന്നിട്ട് അതില് മങ്കി വിജയിക്കണം. എന്നിട്ട് ഞാൻ ഒന്നും കൂടി അതിൽ കയറണം. നടക്കൂലടാ. ഇന്നത്തേക്ക് നമുക്ക് മതിയായി മോനെ. നമുക്ക് GTA കയറാം. ഓക്കെ, ലെറ്റ്സ് പ്ലേ GTA. GTA. രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്താ? ഒന്നെങ്കിൽ നീ ഇവിടെ വെക്കാം, എന്നിട്ട് നാളെ സ്ട്രീം ചെയ്യാം. അല്ല ഇപ്പൊ നമ്മൾ 12 മണി 1 മണിയാകുമ്പോഴേക്ക് ട്രിവാൻഡ്രം പോകും. ലൈവ് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുമോ? നാളെ സ്ട്രീം ഉണ്ടാവില്ല. എന്താ? ഞാൻ സ്ട്രീം ചെയ്തോളാം. സ്ട്രീം ചെയ്യാം. ലൊട്ടയിലൊന്നും കയറുന്നില്ല ഞാൻ. ഈ പ്ലാറ്റ്ഫോം കുറച്ച് 2 ദിവസത്തേക്കെങ്കിലും മിനിമം 2 ദിവസത്തേക്കെങ്കിലും ഞാൻ ഇത് മാറ്റി പിടിക്കാൻ 2 ദിവസത്തേക്ക്. റിമൂവ് ഗ്ലാസ് എനിക്ക് നടക്കൂല. എനിക്ക് ഇവിടെ എത്ര 2 മോണിറ്റേഴ്സ് 4 ലൈറ്റ് ഈ സംഭവങ്ങളുണ്ട്. എന്റെ കണ്ണിന് പ്രശ്നമുണ്ട്. എനിക്ക് ഇതാക്കാൻ പറ്റൂല. എന്ത് ഓവർ സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഒരു ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് എനിക്ക് നേരെ ഈ ലൈറ്റിലേക്കും ഇതിലേക്കും കണ്ണ് ഇതാക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസ് ഇടുന്നത്. ഓക്കെ, GTA പോവാ. GTA കളിക്കാം. ഇല്ല ഡിസ്കോഡ് വേണ്ടല്ലോ. ഡിസ്കോഡ് വേണോ? DC പോള് വേണ്ടടാ. നമുക്ക് GTA കളിച്ചോടെ? ഞാൻ കാര്യം നീ ഇന്ന് തുടങ്ങിയതും ചെയ്തതും ഒറ്റക്കാലേ. എന്റെ ഒരു അസിസ്റ്റൻസ് ഇതിലുണ്ടായിട്ടില്ലല്ലോ. ഇന്ന് ഫസ്റ്റ് തുടങ്ങിയ ഫ്ലോ മറ്റേ ഇതായ സ്ട്രീം മങ്കിയില്. ഇന്നത്തെയോ? അതായത് നീ ഫസ്റ്റ് തുടങ്ങിയിട്ടില്ലേ, ഇപ്പൊ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തല്ലേ? നേരത്തെ 8 മണിക്ക് തുടങ്ങി, 9 മണിക്ക് സ്വന്തമായിട്ട് തുടങ്ങിയല്ലേ? ഞാൻ ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇല്ലാണ്ട് തുടങ്ങുന്നത്. അപ്പൊ നാളെ നീ വേറൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ ചോദിക്കുന്നത് അപ്പൊ നാളെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ നീ ഒറ്റക്ക് ചെയ്യും? ഞാൻ ചെയ്യും. ഒന്നും ഇതാക്കണം, ഒരു പ്രശ്നമില്ല. ഉറപ്പാ? എനിക്കിതെന്തോ ഒരു ഇതായടാ, ഒരു നീ വളർന്നു എന്റെ ആൾക്കാരാന്നുള്ള ഒരു തോന്നല് ഉണ്ടാക്കുന്ന ഒരു ഇതിൽ ഞാൻ എന്തോ ഒബ്സഷൻ ആളായി പോയാലേ. എന്തോ ഇല്ലാതെ നീ പറയട്ടെ എന്താണ് അഖില് ഭയങ്കര ഹെൽപ്ഫുള്ളാ. അഖിലുള്ളോണ്ടാ നീ അഖിലുള്ളോണ്ട് എന്റെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഇതായിട്ടാണ്. ഞാൻ ഒരു മണ്ടര അങ്കിനെ കുറിച്ച് വല്ല അല്ല ചെയ്യുന്നത് ഞാനാ. പക്ഷെ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അഖില. അത് വലിയൊരു സഹായം. അപ്പൊ ഒറ്റക്ക് അങ്ങനെ മുമ്പോട്ട് ഇതാക്കാൻ കുറച്ച് പ്രശ്നമാണ് കുറച്ച് കാലത്തേക്ക്. ഷമീറെ മുത്തേ, നീ എന്റെ വലിയൊരു ആഗ്രഹമാണ് കുട്ടിയെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കാം. അവിടെ ഒരു ഹായ് പറഞ്ഞ ശ്രീശാന്തിന് ഒരു ഹായ് പറഞ്ഞു. ആര്? ഓക്കെ, GTA പോളിടാം. മങ്കി എന്തായാലും ഇടൂല. DC ഓർ GTA ഇത് മാത്രമേ പോള് വരാൻ പോകുന്നുള്ളൂ മക്കളെ. ഇത് മാത്രമേ ഇവിടെ പോള് നടക്കുന്നുള്ളൂ. മങ്കി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കുറച്ച് കാലത്തേക്ക് ഷമീർ മാറ്റി പിടിക്കാനുള്ള പരിപാടിയാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ച കൂടുതൽ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റൂല. 8ാമത്തെ ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിലായിരിക്കും, അത് ഉറപ്പാ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മങ്കി ഇല്ല, DC ഓർ GTA ഞാൻ പോളിടാം. വിച്ച് വൺ? ഓക്കെ, അരിച്ചാക്കെടുത്തിട്ട് കൊണ്ട് പോന്നാ. വിച്ച് വൺ? ഓക്കെ, അല്ലോ ഇതാണല്ലോ വായിൽ വരുന്നത് ഫസ്റ്റ് തന്നെ. ഡിസ്കോഡ് ഓർ GTA? പോളിട്
ലെറ്റ്സ് പോൾ GTA ജയിച്ചു കളിക്കാം ഓക്കെ ലെറ്റ്സ് പ്ലേ GTA ഓക്കെ എടാ ഡോർ അടക്കടാ ഓക്കെ ലെറ്റ്സ് പ്ലേ GTA കളിക്കാം क्या हुआ ഡീസ് കുറെ ആള് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് രണ്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് GTA വരാം. അതായിരിക്കും നല്ലത്. കുറെ ആള് പോൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാം. കുറെ ആള് പോൾ ചെയ്യുന്നുണ്ട്. DC ഒന്ന് കയറാം. കാരണം ഇത് ഏകദേശം സെയിം ആടാ. സെയിം ഇതിലാണ് നിൽക്കുന്നത്. ചെറിയ വ്യത്യാസം 1-2 വ്യത്യാസമേ ഉള്ളൂ. DC കയറാം. ഡിസ്കോഡ് ലെറ്റ്സ് ഗോ ഡിസ്കോഡ്